ഹലോ, അപ്പോൾ അതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കുറച്ച് പരിപ്പ് നമുക്ക് ആദ്യം എടുക്കാം. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് അതൊന്ന് വേവിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ എടുക്കാൻ ഇവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതേപോലെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാവേ. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ കായപ്പൊടിയായിട്ടുള്ള ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പുളിവെള്ളം നമുക്ക് നേരത്തെ ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണമേ. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഉള്ളിയുടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുക്കറിലിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കായപ്പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ പച്ചക്കറിയിൽ എല്ലാത്തിലും പിടിക്കും. ഇനിയിപ്പോൾ ആ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമുക്ക് വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. നമ്മുടെ ഈ സദ്യക്കൊക്കെ കിട്ടില്ല ആ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഞാൻ ഇവിടെ ശർക്കര നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് കടുക് പൊട്ടിച്ച് ഉലുവയും ഇട്ട് ഉള്ളി വഴറ്റിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.